ഹായ്, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പച്ചമുളക് കൊണ്ടിട്ടുള്ള ഒരു അച്ചാറാണ്. നല്ല പുളിയിഞ്ചിയുടെ ടേസ്റ്റാണ് ഈ അച്ചാറിനെ. ഞങ്ങൾ ഇടയ്ക്കിവിടെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. മുളകച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ അധികം എരിയില്ലാത്ത പച്ചമുളകാണേ. ഇത്രയും വാളംപുളി വേണം. പിന്നീട് ശർക്കര അതിനാവശ്യമായിട്ടുള്ള അധികം സാധനങ്ങളൊന്നും വേണ്ട കേട്ടോ. അടുത്തായിട്ട് ഒരു ചീനിച്ചട്ടി വയ്ക്കാം. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വന്നപ്പോഴേ നമുക്ക് മുളകൊന്ന് ചേർത്ത് കൊടുക്കാമേ. ഞെട്ടിൻ്റെ ഭാഗം ചെറുതായിട്ടൊന്ന് മുറിക്കണേ, അല്ലെങ്കിൽ മുളക് ഇങ്ങനെ വറക്കുമ്പോൾ പൊട്ടിത്തെറിക്കും. ആവശ്യത്തിന് മുളക് വാടിയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കോരി മാറ്റാം. അതേ എണ്ണയിലിട്ട് തന്നെ കടുകും കുറച്ച് ഉലുവയും 2 വറ്റൽമുളകും കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് കഴിഞ്ഞിട്ടേ സ്റ്റൗ സിമ്മിലാക്കിയിട്ട് നമുക്ക് 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. ആ പുളി പിഴിഞ്ഞ് വെച്ചിരിക്കുന്നതാണേ, നമുക്ക് അത് കൂടിയിട്ട് ചേർത്ത് കൊടുക്കാമേ. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. ശർക്കര പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയിട്ട് ചേർത്ത് കൊടുക്കണേ. എരിയും പുളിയും ഉപ്പും എല്ലാം കൂടി ചേർന്ന ഒരു മധുരവും എല്ലാം കൂടി ചേർന്ന ഒരു അച്ചാറാണേ. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് അത്യാവശ്യം ഒന്ന് കുറുകിയതിന് ശേഷമാണ് നമ്മൾ മുളക് ചേർത്ത് കൊടുക്കുന്നത്. ഈ പരുവായിട്ടുണ്ട്. നമുക്കിനി മുളക് ചേർത്ത് കൊടുക്കാം. ഇതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വറ്റട്ടെ. അങ്ങനെ നമ്മളുടെ മുളകച്ചാറ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് ഈ പുളിയിഞ്ചിയുടെ ഒരു ടേസ്റ്റാണ് ഈ അച്ചാറിന് കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നന്ദി, നമസ്കാരം.